ഹലോ, എല്ലാ കൂട്ടുകാർക്കും വിദ്യ പ്ലസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേരെന്താ നോക്കിക്കേ, പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും അല്ലേ, അല്ലെങ്കിൽ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പം ഈ ചാപ്റ്ററിൽ നിന്ന് സിമ്പിൾ ചെറിയ ക്വസ്റ്റ്യൻസേ ചോദിക്കാറുള്ളൂ കേട്ടോ. വലിയ ഗ്രാൻഡ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കലില്ല. ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. അപ്പം അത് ഏതൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് നമുക്ക് പഠിച്ചു പോകാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ ചാപ്റ്റർ വൈസ് അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ മൊത്തമായിട്ട് ആവശ്യമുള്ള ഒരു 3-4 പേജ് നമുക്ക് ഷോർട്ടാക്കി ഒറ്റ പേജിലേക്ക് മാറ്റിയിട്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഏതൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് എന്ന് കേട്ടോ. അപ്പോൾ നോക്കിയാലോടാ, ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതാൻ പോവാണേ, ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ. കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, എഴുതാൻ പോവാണ്, ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. ആദ്യം ഞാൻ 1 എഴുതി. ആദ്യം ഞാൻ എത്ര എഴുതിയത്, 1. നെക്സ്റ്റ് എടുത്തത് 2, 3, 4 എന്ന് പറയുന്ന 4 നമ്പേഴ്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു ക്യാരക്ടറിൻ്റെ പേര് പറയാം. ഈ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു സ്റ്റോറി പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പഠിച്ചു പോവാം കേട്ടോ. അങ്ങനെ 1, 2, 3 എന്നൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് അല്ലേ. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പുക്കുട്ടൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് മോനുണ്ടായിരുന്നു. അങ്ങനെ ഇവന് ചെറിയ പ്രായമായപ്പോൾ, അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ ഇവൻ്റെ അച്ഛൻ എന്ത് ചെയ്തു, ഇവനൊരു ഷെൽഫ് വാങ്ങിക്കൊടുത്തു. എന്തിനാന്ന് വെച്ചാൽ ഇവൻ്റെ ഡ്രസ്സുകളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവൻ്റെ അച്ഛൻ എന്ത് ചെയ്തു, ഇവന് ഒരു ഷെൽഫ് വാങ്ങിക്കൊടുത്തു. ആ ഷെൽഫിൻ്റെ പേരാണ് കെ എന്നാണ് ആ ഷെൽഫിൻ്റെ പേരെന്ന് പറയുന്നത് കേട്ടോ. എന്തായിരുന്നു ആ ഷെൽഫിൻ്റെ പേര് ഒന്ന് പറഞ്ഞു നോക്കിക്കേ. എന്തായിരുന്നു ഷെൽഫിൻ്റെ പേരെന്തായിരുന്നു, കെ എന്നാണ് ഷെൽഫിൻ്റെ പേരെന്ന് പറയുന്നത്. അങ്ങനെ കെ എന്ന് പറയുന്ന ഷെൽഫ് വാങ്ങിക്കൊടുത്തു. പക്ഷേ ഈ ഒരു ഷെൽഫിൽ 2 ഡ്രസ്സേ കൊള്ളുള്ളൂ. ഈ ഒരു ഷെൽഫിൽ എത്ര ഡ്രസ്സേ കൊള്ളുള്ളൂ, 2 ഡ്രസ്സേ കൊള്ളുള്ളൂ. അങ്ങനെ നമ്മുടെ അപ്പുകുട്ടൻ എന്തായി, എപ്പോഴും ചെറുതായിരിക്കുകയാണോ ചെയ്യുന്നത്, അല്ല, അവൻ എന്ത് ചെയ്തു, വീണ്ടും വലുതായി തുടങ്ങി അല്ലേ. അങ്ങനെ വലുതായപ്പം ഇവൻ അച്ഛനോട് ഭയങ്കര കച്ചറ. അച്ഛാ, ഈ ചെറിയ ഷെൽഫിൽ എൻ്റെ ആകെ 2 ഡ്രസ്സേ കൊള്ളുള്ളൂ, ബാക്കി ഡ്രസ്സൊക്കെ ഇങ്ങനെ പുറത്ത് ഇതിലേക്ക് കിടക്കുകയാണ്. അച്ഛൻ എന്താക്കണം, അർജൻറ്റായിട്ട് എനിക്കൊരു ഷെൽഫ് കൂടെ വാങ്ങിത്തരണം എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു ഷെൽഫ് കൂടെ വാങ്ങിക്കൊടുത്തു. ആ ഷെൽഫിൻ്റെ പേരാണ് എൽ എന്ന് പറയുന്നത് കേട്ടോ. ആ ഷെൽഫിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്, എൽ എന്ന് പറയുന്നത്. അങ്ങനെ ആ ഷെൽഫിൽ എത്ര ഡ്രസ്സ് കൊള്ളും, 8 ഡ്രസ്സ് കൊള്ളും. ആ ഷെൽഫിൽ എത്ര ഡ്രസ്സ് കൊള്ളും, 8 ഡ്രസ്സ് കൊള്ളും. അങ്ങനെ ഇവൻ വീണ്ടും വലുതായി. അങ്ങനെ ഒരു 10-11 വയസ്സായപ്പോൾ ഇവൻ വീണ്ടും വീട്ടിൽ കച്ചറ. എന്തിനാണ്, അച്ഛാ എൻ്റെ ഡ്രസ്സൊന്നും ഈ രണ്ടാമത്തെ ഷെൽഫായ എല്ലൊന്നും കൊള്ളുന്നില്ല, എന്ത് ചെയ്യണം, അച്ഛൻ എനിക്കൊരു പുതിയ ഷെൽഫ് കൂടെ വാങ്ങിത്തരണം എന്നും പറഞ്ഞിട്ട് നമ്മുടെ അപ്പുക്കുട്ടൻ ഭയങ്കര കച്ചറ വീട്ടിൽ. അങ്ങനെ അച്ഛൻ എന്താക്കി, 3ാമതൊരു ഷെൽഫ് കൂടെ വാങ്ങിക്കൊടുത്തു. ഷെൽഫിൻ്റെ പേരെന്താണ്, എം എന്നാണ് കേട്ടോ. 3ാമത്തെ ഷെൽഫിൻ്റെ പേരെന്താണ്, എം എന്നാണ്. അങ്ങനെ അച്ഛൻ വാങ്ങിക്കൊടുത്ത എം ഷെൽഫിൽ 18 ഡ്രസ്സ് കൊള്ളും. എത്ര ഡ്രസ്സ് കൊള്ളും, 18 ഡ്രസ്സ് കൊള്ളും. അങ്ങനെ നമ്മുടെ അപ്പുക്കുട്ടൻ വീണ്ടും വലുതായി, നിങ്ങളുടെ പോലെ 10-15 വയസ്സ്, SLC ഒക്കെ ആയി. അങ്ങനെ SLC പരീക്ഷ അല്ലെങ്കിൽ SLCയിലേക്ക് 10ാം ക്ലാസ്സിലേക്ക് കയറിയപ്പോൾ അവൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇനി ഞാനൊരു 10ാം ക്ലാസ്സൊക്കെയാണ്, അച്ഛനെ എനിക്ക് എന്ത് ചെയ്യണം, എൻ്റെ ഡ്രസ്സൊക്കെ എനിക്ക് ഇനി അടുക്കി പെറുക്കി എല്ലാം വൃത്തിക്ക് വെക്കണം. അപ്പോൾ കുറേ ഡ്രസ്സൊക്കെ ഇതിലേക്ക് കിടക്കുകയാണ്. യൂണിഫോമൊക്കെ പുതിയ കൂട്ടങ്ങളൊക്കെ വാങ്ങിയത് കൊണ്ട് തന്നെ എൻ്റെ ഡ്രസ്സ് ഇതിലേയും കിടക്കുകയാണ്. അച്ഛൻ എന്ത് ചെയ്യണം, എനിക്കൊരു ഷെൽഫ് കൂടെ വാങ്ങിച്ചു തരണം എന്ന് ആര് പറഞ്ഞു, നമ്മുടെ അപ്പുക്കുട്ടൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ എന്ത് ചെയ്തു, ഒരു ഷെൽഫ് കൂടെ വാങ്ങിക്കൊടുത്തു. ആ ഷെൽഫിൻ്റെ പേരാണ് എൻ എന്ന് പറയുന്നത് കേട്ടോ. ആ ഷെൽഫിൻ്റെ പേരെന്താണ്, എൻ എന്ന് പറയുന്നു. അങ്ങനെ ഈ ഷെൽഫിൽ 32 ഡ്രസ്സ് കൊള്ളും കേട്ടോ. ഈ ഷെൽഫിൽ എത്ര ഡ്രസ്സ് കൊള്ളും, 32 ഡ്രസ്സ് കൊള്ളും. അങ്ങനെ ഇപ്പം നമ്മൾ എത്ര ഷെൽഫിനെ കുറിച്ച് പഠിച്ചു, 4 ഷെൽഫിനെ കുറിച്ച് പഠിച്ചു അല്ലേ. നമ്മുടെ അപ്പുക്കുട്ടൻ്റെ 4 ഷെൽഫിനെ കുറിച്ച് പഠിച്ചു. 1ാമത്തെ ഷെൽഫിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിക്കേ, കെ എന്നാണ് അല്ലേ. 1ാമത്തെ ഷെൽഫിൻ്റെ പേരെന്താണ്, കെ എന്നാണ്. അതിലാകെ എത്ര ഡ്രസ്സേ കൊള്ളുള്ളൂ, 2 ഡ്രസ്സേ കൊള്ളുള്ളൂ അല്ലേ. ഇനി 2ാമത്തെ ഷെൽഫിൻ്റെ പേരെന്താണ്, എൽ എന്നാണ്. അതിൽ എത്ര ഡ്രസ്സ് കൊള്ളും, 8 ഡ്രസ്സ് കൊള്ളും അല്ലേ. 3ാമത്തെ ഷെൽഫിൻ്റെ പേരെന്താണ്, എം എന്നാണ്. അതിൽ എത്ര ഡ്രസ്സ് കൊള്ളും, 18 ഡ്രസ്സ് കൊള്ളും. ഇനി 4ാമത്തെ ഷെൽഫിൻ്റെ പേരെന്താണ്, എൻ എന്നാണ്. അതിൽ എത്ര ഡ്രസ്സ് കൊള്ളും, 32 ഡ്രസ്സ് കൊള്ളും അല്ലേ. ഓക്കെ, അപ്പം ഇതിനെ നമുക്ക് കെമിസ്ട്രി പരമായിട്ട് വേറൊരു പേര് പറയാം കേട്ടോ. ഈ കെ, എൽ, എം, എൻ എന്നുള്ളതിനെ നമ്മൾ ഷെല്ലെന്നാണ് വിളിക്കുന്നത് കേട്ടോ. എന്താ വിളിക്കുന്നത്, ഷെല്ലെന്നാണ് വിളിക്കുന്നത്. ഇനി 2ാമത്തെ ആളാരാണ്, നമ്മുടെ 2, 8, 18, 32 നമുക്ക് എന്ത് വിളിക്കാം, ഈ ഷെല്ലിൽ കൊള്ളുന്ന ഇലക്ട്രോണുകളാണ് കേട്ടോ. ഈ ഷെല്ലിൽ കൊള്ളുന്ന എന്താണ്, ഇലക്ട്രോണുകളാണ്. അപ്പോൾ ഇത് നമ്മൾ എവിടെ പഠിക്കുന്നതാ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് അല്ലേ.
9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് ഇത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് അല്ലേ? അങ്ങനെ നമ്മുടെ അപ്പുക്കുട്ടന് ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പുക്കുട്ടൻ്റെ ഒന്നാമത്തെ ഷെൽഫായ കെയിൽ 2 ഡ്രസ്സേ കൊള്ളൂ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അങ്ങനെ ഈ കെയിലുള്ള ഒരു കള്ളിയുടെ പേരാണ് എസ് എന്നാണ് ആ ഒരു ഷെൽഫിലെ കള്ളിയുടെ പേരെന്ന് പറയുന്നത് കേട്ടോ. ഇനി രണ്ടാമത്തെ ഷെൽഫ് ഏതാണ്? എല്ലാണ്. ഇതിൽ 2 കള്ളികളുണ്ട്. ഒന്ന് എസ്സും ഒന്ന് പിയുമാണ് കേട്ടോ. ഒന്ന് എസ്സും പിന്നെ ഏതാണ്? ഒന്ന് പിയുമാണ്. അങ്ങനെ മൂന്നാമത്തെ ഷെൽഫിൽ ഏതൊക്കെയായിരിക്കും? എസ് ഉണ്ട്, പി ഉണ്ട്, അതേപോലെ ഏതാ ഉള്ളത്? ഡിയും ഉണ്ട് കേട്ടോ. എസ് ഉണ്ട്, പി ഉണ്ട്, അതേപോലെ ഏതാ ഉള്ളത്? ഡിയും ഉണ്ട്. ഇനി നാലാമത്തെ ഷെൽഫിൽ ഏതൊക്കെയാണ്? എസ്, പി, ഡി, അതേപോലെ ഏതാണ്? എഫ് ആണ് കേട്ടോ. ഏതൊക്കെയാന്ന് നോക്കിക്കേ. എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, അതേപോലെ ആരുണ്ട്? എഫും ഉണ്ട്. ഓക്കെ, ഇനി നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നുള്ളൂ കേട്ടോ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ്ഷെൽ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഇതിനെ നമ്മൾ എന്താ വിളിക്കുന്ന പേരെന്താണ്? സബ്ഷെൽ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഷെല്ലിൻ്റെ സബ്ബായിട്ടുള്ള ഷെല്ലാണ് ഏതെന്ന് പറയുന്നത്? കെയുടെ സബ്ഷെല്ലാണ് ഏത്? എസ് എന്ന് പറയുന്നത്. എല്ലിൻ്റെ സബ്ഷെല്ലാണ് ഏത്? എസ്സും ബിയും എന്ന് പറയുന്നത്. അതേപോലെ എമ്മിൻ്റെ സബ്ഷെൽ ഏതൊക്കെയാണ്? എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട് കേട്ടോ. ഇനി എന്നിൻ്റെ സബ്ഷെൽ ഏതൊക്കെയാണ്? എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. ഓക്കെ ആണോടാ? ഒന്ന് മനസ്സിലാലോചിച്ച് വെച്ചേക്കണേ. ഇനി നെക്സ്റ്റ് അടുത്ത ഞാൻ ചെറിയൊരു നോട്ട് പോലെ പറയാം കേട്ടോ. നന്നായിട്ട് ശ്രദ്ധിച്ചോണേ. എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺസേ കൊള്ളുള്ളൂ. എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ ആകെ എത്ര ഇലക്ട്രോൺസേ കൊള്ളുള്ളൂ? 2 ഇലക്ട്രോണ്. എന്നാൽ പി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ 6 ഇലക്ട്രോൺ കൊള്ളൂ കേട്ടോ. പി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് കൊള്ളും? 6 ഇലക്ട്രോണ്. ഇനി ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ 10 ഇലക്ട്രോൺ കൊള്ളൂ കേട്ടോ. ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? 10 എണ്ണം കൊള്ളും. ഇനി എഫ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? 14 ഇലക്ട്രോൺ കൊള്ളും കേട്ടോ. എഫ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? 14 ഇലക്ട്രോൺസ് കൊള്ളും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഒന്നുകൂടെ പറഞ്ഞു തരാവേ. നമ്മൾ 4 ഷെല്ലിനെ കുറിച്ചാണ് പഠിച്ചത്. ഒന്നാമത്തെ ഷെല്ലെന്ന് പറയുന്നത് കെ ആണ്. രണ്ടാമത്തെ ഷെല്ലെന്ന് പറയുന്നത് എല്ലാണ്. മൂന്നാമത്തെ ഷെല്ലെന്ന് പറയുന്നത് എം ആണ്. നാലാമത്തെ ഷെല്ലെന്ന് പറയുന്നത് എൻ ആണ്. അതിൽ കെയിലാകെ 2 ഇലക്ട്രോൺസ് കൊള്ളുള്ളൂ. എല്ലിൽ 8 ഇലക്ട്രോൺസ് കൊള്ളും. എമ്മിൽ 18 ഇലക്ട്രോൺസ് കൊള്ളും. എന്നിൽ 32 ഇലക്ട്രോൺസ് കൊള്ളും. കെയുടെ സബ്ഷെൽ എന്ന് പറയുന്നത് ഏതാണ്? എസ് ആണ്. എല്ലിൻ്റെ സബ്ഷെൽ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? എസ്സും ബിയുമാണ്. എമ്മിൻ്റെ സബ്ഷെൽ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? എസ്, പി, ഡി ആണ് കേട്ടോ. ഇനി എൻ്റെ സബ്ഷെൽ ഏതൊക്കെയാണ്? എസ്, പി, ഡി, എഫ് ആണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയാണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന രീതി എന്നാണ് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ സബ്ഷെല്ലിനെ സൂചിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് 1s ആണ് കേട്ടോ. ഒന്നാമത്തെ സബ്ഷെല്ലിനെ സൂചിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് 1s ആണ്. രണ്ടാമത്തിനെ സൂചിപ്പിക്കുന്ന രീതി എന്താണ്? 2s ആണെന്ന് കേട്ടോ. രണ്ടാമത്തെ സബ്ഷെല്ലിനെ സൂചിപ്പിക്കുന്ന രീതി ഏതൊക്കെയാണ്? 2s ഉണ്ട്, പിന്നെ ആരുണ്ട്? 2pയും ഉണ്ട് കേട്ടോ. 2sഉം ഉണ്ട്, അതേപോലെ ആരുണ്ട്? 2pയും ഉണ്ട്. ഇനി മൂന്നാമത്തെ ആണെങ്കിൽ എങ്ങനെയാണ്? 2s അല്ല, 3s ഉണ്ട്. പിന്നെ ആരാ ഉള്ളത്? 3s നോക്കിയാൽ മതി. 3s. നെക്സ്റ്റ് അടുത്ത ആരൊക്കെയാണ്? 3 പിന്നെ ആരാണ്? പി ആണ് കേട്ടോ. 3p ഉണ്ട്. പിന്നെ 3യും പിന്നെ ആരാണ്? 3d ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് അടുത്ത് എങ്ങനെയായിരിക്കും സൂചിപ്പിക്കുന്നത്? 4s, പിന്നെ പറഞ്ഞ 4p, പിന്നെന്താണ്? 4d, പിന്നെ ഏതാണ്? 4f എന്നിങ്ങനെയായിരിക്കും സൂചിപ്പിക്കുന്നത്. റെഡിയാണോ? അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് പിടി കിട്ടിയോ? അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ 4 ഷെല്ലുകളെ കുറിച്ചാണ് പഠിച്ചത്. ഒന്നാമത്തത് കെ ആണ്. രണ്ടാമത്തത് എൽ ആണ്. മൂന്നാമത്തത് ഏതാണ്? എം ആണ്. നാലാമത്തത് ഏതാണ്? എൻ ആണ് കേട്ടോ. അതിൽ കെ എന്ന് പറയുന്ന സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് കൊള്ളും? 2 ഇലക്ട്രോൺസ് കൊള്ളുള്ളൂ. എൽ എന്ന് പറയുന്ന സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് കൊള്ളും? 8 എണ്ണം കൊള്ളും. എം എന്ന് പറയുന്ന സബ്ഷെല്ലിലാണെങ്കിൽ എത്ര എണ്ണം കൊള്ളും? 18 എണ്ണം കൊള്ളും കേട്ടോ. ഇനി എന്നിലാണെങ്കിൽ എത്ര എണ്ണമാണ്? 32 ഇലക്ട്രോൺസ് കൊള്ളും. കെയുടെ സബ്ഷെൽ എന്ന് പറയുന്നത് എസ് ആണ്. എല്ലിൻ്റെ സബ്ഷെൽ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? എസ്സും പിയുമാണ് കേട്ടോ. എമ്മിൻ്റെ സബ്ഷെൽ ഏതൊക്കെയാണ്? എസ് ഉണ്ട്, പി ഉണ്ട്, അതേപോലെ ഇതുണ്ട്, ഡിയും ഉണ്ട്. ഇനി എന്നിൻ്റെ സബ്ഷെൽ ഏതൊക്കെയാണ്? എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. എസ്സിലാകെ എത്ര ഇലക്ട്രോൺസേ കൊള്ളുള്ളൂ? 2 എണ്ണമാണ്. പിയിലാണെങ്കിൽ 6 എണ്ണം, ഡിയിലാണെങ്കിൽ 10 എണ്ണം, എഫിലാണെങ്കിൽ എത്ര എണ്ണമാണ്? 14 എണ്ണവും കൊള്ളൂ കേട്ടോ. ഇനി എങ്ങനെയാണ്
എന്താണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന രീതിയാണ് നെക്സ്റ്റ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തേനെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? 1s എന്നാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തേനെ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്? 2s എന്നാണ് സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തേനെ എങ്ങനെയാണ്? 2p എന്നാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. നാലാമത്തേനാകുമ്പോൾ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്? 3s 3p 3d എന്ന് സൂചിപ്പിക്കുന്നു. ലാസ്റ്റ് വൺ എങ്ങനെയാണ്? 4s 4p 4d അതേപോലെ 4f എന്നാണ് സൂചിപ്പിക്കുന്നത്. പിടി കിട്ടിയോ? അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും ഭാഗം എന്ത് ചെയ്യുക? നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കേ.